ഇടുക്കിയിൽ കനത്ത മഴയെ തുടർന്ന് മാങ്കുളം റോഡിലെ കലുങ്ക് ഇടിഞ്ഞു വീണു. പാമ്പുക്കയം മേഖല ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. വിശദാംശങ്ങളുമായി ഇടുക്കി നിന്ന് ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, ഇപ്പോഴും കനത്ത മഴ അവിടെ തുടരുന്ന സാഹചര്യമാണ്. എപ്പോഴാണ് ഈ മാങ്കുളത്തെ റോഡിലെ കലുങ്ക് ഇടിഞ്ഞു താഴ്ന്നത്? ദൃശ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ളൊരു തകർച്ചയാണ് മനസ്സിലാകുന്നത്. മറ്റു വിവരങ്ങൾ അതെല്ലാമാണ്. സംഗീത, ഏതാണ്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴ, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അതിശക്തമായ മഴ ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുകയാണ്. ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ടിലേക്ക് ജില്ലയുടെ ദുരന്ത നിവാരണ അതോറിറ്റി അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴ ലോ റേഞ്ചിലും അതോടൊപ്പം തന്നെ ഹൈ റേഞ്ച് മേഖലയിലും പെയ്യുന്നുണ്ട്. മാങ്കുളത്ത് പാമ്പുംകയത്ത് നിന്ന് താളുകണ്ടത്തേക്ക് പോകുന്ന സ്ഥലത്തേക്കുള്ള ഒരു വഴിയിലുള്ള ഒരു കലുങ്കാണ് പൂർണ്ണമായും ഇന്ന് രാവിലെ ഇടിഞ്ഞു താന്നത്. ഒരു തോട്ടിലേക്കാണ് ആ കലുങ്ക് പതിച്ചിട്ടുള്ളത്. ആ പ്രദേശത്ത് ഏതാണ്ട് 200ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ പാമ്പുംകയത്ത് നിന്ന് താളുംകണ്ടത്തേക്കുള്ള റോഡ്. അതാണിത്. അവിടെ അതുവഴി ബസ് സർവീസ് ഉള്ളതാണ്. ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോട് കൂടിയാണ് ഇത് ഇടിഞ്ഞു താഴ്ന്നത്. ഈ സമയത്ത് തൊട്ട് മുമ്പാണ് 2 സ്കൂൾ ബസ്സുകൾ അതുവഴി കടന്നു പോവുകയും ചെയ്തത്. ഏതായാലും അത്തരത്തിലുള്ള മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഏതാണ്ട് ഈ പ്രദേശം ഒറ്റപ്പെട്ടൊരവസ്ഥയാണ്. മറ്റ് ഒരു വഴി കൂടി ഉണ്ട് എങ്കിൽ പോലും നിരവധി ആളുകൾ ഇതിലെ ആശ്രയിക്കുന്ന ഒരു റോഡ് കൂടിയാണ് ഈ പാമ്പുംകയം താളുംകണ്ടം റോഡ് എന്ന് പറയുന്നത്. ആ പ്രദേശത്തുള്ള ഒരു കലുങ്കാണ് പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുന്നത്. അതുവഴി ഇനിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു വഴി മാത്രമാണ് ഇനിയും ആശ്രയമായിട്ടുള്ളത്. ഈ പ്രദേശത്ത് ഏതാണ്ട് 200ഓളം കുടുംബാംഗങ്ങൾ താമസിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിരവധി സ്കൂൾ കുട്ടികൾ ദിവസേന യാത്ര ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ റോഡ് എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ ഉടനടി ഇത് പരിഹരിക്കാനൊരു സാധ്യമായ അവസ്ഥയല്ല. അത്രത്തോളം റോഡ് ഇടിഞ്ഞു പോയിട്ടുണ്ട്. മാങ്കുളം പ്രദേശത്തൊക്കെ കഴിഞ്ഞ 24 മണിക്കൂറും അതിശക്തമായ മഴ പെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഇടുക്കിയുടെ പല ഭാഗത്തും അതേ മഴ തുടരുകയാണ്. ഓറഞ്ച് അലേർട്ടാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. സംഗീത. ആൽവിൻ, ഈ റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ എന്തെങ്കിലും മാർഗങ്ങൾ അധികാരികൾ സ്വീകരിച്ചിട്ടുണ്ടോ? എന്താണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? മാത്രമല്ല, ലോ റേഞ്ചിലെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? ഹൈ റേഞ്ച് പോലെ തന്നെ മഴയുണ്ടോ? സംഗീത, നമുക്ക് കാഴ്ചയിൽ തന്നെ വ്യക്തമാണ്. കലുങ്കിൻ്റെ ഒരു വശം മുതൽ റോഡിൻ്റെ ഏതാണ്ട് പൂർണ്ണമായും മറുവശം വരെ പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഉടനടി ഒരു അറ്റകുറ്റപ്പണിയൊന്നും സാധ്യമല്ല എന്നുള്ളതാണ് നമുക്ക് ആ കാഴ്ചയിൽ മനസ്സിലാകുക. ഒരു ഭാഗത്തെ കലുങ്കിൻ്റെ ഒരു കൈവരി മാത്രമാണ് ഉള്ളത്. മറുഭാഗത്തുള്ള മുഴുവൻ വലിയ വിള്ളലാണ് അവിടെ ഉണ്ടായത്. അല്ലെങ്കിൽ വലിയൊരു മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. റോഡ് ഇടിഞ്ഞു തന്നെ അങ്ങ് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉടനടി ഒരു അറ്റകുറ്റപ്പണി അവിടെ സാധ്യമല്ല എന്നുള്ളത് നമുക്ക് കാഴ്ചയിൽ തന്നെ വ്യക്തമാണ്. അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ മാത്രമാണ്. അവിടെ നിരവധി ജനങ്ങൾ വസിക്കുന്ന സ്ഥലമാണ്. നിരവധി പേർ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയുമാണ് ഇടുക്കി മാങ്കുളത്തുള്ളത്. ആൽവിൻ തോമസ് ആണ് അവിടെ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.